അപ്പോഴേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മധുരക്കിഴങ്ങ് പുഴുങ്ങാമെന്ന് വിചാരിച്ച് മധുരക്കിഴങ്ങ് എടുക്കുകയാണ് ഞാൻ. കഴുകി വൃത്തിയാക്കി എടുക്കാം. അതിനുശേഷം ഞാൻ ഇഡലി പാത്രത്തിലാണ് വെച്ച് ഇത് പുഴുങ്ങിയെടുക്കുന്നത്. ഇപ്പോഴേ കുറച്ച് ഉപ്പുപൊടി ഒന്ന് പുരട്ടി കൊടുക്കാതെ ഞാൻ ഇത് ചെറുതായിട്ട് മുറിച്ചിട്ട് നടുവേ കീറിയേ. അപ്പം പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പം ആവിക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഞാൻ ഗ്യാസ് സ്റ്റൗ കത്തിച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങ് വെച്ച് കൊടുക്കാം. വേകട്ടെ. ഇപ്പോഴേ ഞാൻ ഈ ചീമച്ചേമ്പ് ഉടന്ന് പുഴുങ്ങിയെടുക്കാൻ പോവുകയാണ്. മധുരക്കിഴങ്ങ് പുഴുങ്ങാൻ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇഷ്ടമല്ലാത്തവർക്ക് ചീമച്ചേമ്പ് പുഴുങ്ങി കഴിക്കാം. അപ്പോഴേ ഞാനിതൊന്ന് ചിരണ്ടി എടുക്കട്ടെ, പിന്നെ കാണാം. ഇപ്പോഴേ നമ്മുടെ മധുരക്കിഴങ്ങ് എന്തായെന്നൊന്ന് നോക്കാം. നമുക്ക് ഒന്ന് കുത്തി നോക്കാം. നന്നായി വെന്തിട്ടുണ്ട്. അപ്പോഴേ നമുക്കിതങ്ങ് തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്ക് മധുരക്കിഴങ്ങ് പറക്കി മറ്റൊരു പാത്രത്തിലേക്ക് വയ്ക്കാം. മറ്റൊരു പാത്രത്തിൽ ചേമ്പ് പുഴുങ്ങാനായിട്ട് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ചേമ്പ് ഞാൻ ചിരണ്ടി കണ്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കീറി, അതായത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ ചേമ്പ് ഓരോന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോഴേ നമുക്ക് ഈ ചേമ്പൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് തിളച്ച് ഏകദേശം വേകാറാകുമ്പോഴേ ഉപ്പിട്ടാൽ മതി. അല്ലെങ്കിൽ ചിലപ്പം വേഗത്തില്ല. ഇങ്ങനെ ചേമ്പ് കൂട്ടുകാരൊക്കെ പുഴുങ്ങിയത് കഴിച്ചിട്ടുണ്ടോ? നല്ലതാണ് കേട്ടോ, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പോഴേ ഒരു അടപ്പും കൊണ്ട് അങ്ങ് അടച്ച് കൊടുക്കാം. വേകട്ടെ. ഇപ്പോഴേ ചേമ്പ് വെന്ത് ഞാൻ ഊറ്റി വെച്ചിരിക്കുകയാണ്. ഇനിയും ചമ്മന്തി ഉണ്ടാക്കി കഴിച്ചാൽ മതി.
അങ്ങനെ ചോറെല്ലാം വാർത്ത് വെച്ചു. ഇനിയും കറികൾ തയ്യാറാക്കാൻ പോവുകയാണ്. ഒരു തോരനും തയ്യാറാക്കണം, മീൻ കറി വെക്കണം, പിന്നെ ഇന്നലത്തെ കറികളൊക്കെ ഇരിപ്പുണ്ട്. അതുകൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ മീൻ കറി വെച്ചു, തോരനും വെച്ചു. ഇനിയും ഞാനൊരു ചമ്മന്തിയാണ് ഇന്ന് അരയ്ക്കുന്നത്. കറിയൊന്നും ഇന്ന് ഞാൻ തയ്യാറാക്കുന്നില്ല. പച്ചടിയുണ്ട്, മോരുകറിയൊക്കെയുണ്ട്, അത് മതി. അപ്പം ഇന്നത്തെ ജോലി ഇതോടുകൂടി തീർന്നു. ഇന്നലെ വെച്ച കറികളൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ തീയൽ വെച്ചായിരുന്നു. ഇത് എന്താ, കാഷ്യൂനട്ട്, പേര് മറന്നുപോയല്ലോ, ഇവിടെ പറങ്കേണ്ടി എന്നൊക്കെ പറയും. പിന്നെ പയർ പുഴുങ്ങിയതിൻ്റെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു, അത് തോരനായിട്ട് ഞാനിപ്പം വയ്ക്കും. പിന്നെ മോരുകറി വെച്ചതുണ്ട്. പിന്നെ ഇന്നലെ ഞാൻ പച്ചടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും ഇരിപ്പുണ്ട്. പിന്നെ ഒരു തേങ്ങ ചമ്മന്തിയോടെ അരച്ച് ഇന്ന് എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ, താങ്ക് യു.